എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും നേതാക്കന്മാർ ഈ ചർച്ചയിൽ വന്ന് പച്ചയായ നുണ പറയുകയാണ്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് വസ്തുതകൾ നിരത്തി യഥാർത്ഥത്തിലുള്ള കണക്കുകൾ വെച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ കള്ളം പറയുന്നു എന്നാ പറയുന്നത്. നിനക്ക് വിദ്യാഭ്യാസമേ ഉള്ളൂ, വിവരമില്ലാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞല്ലോ, ഭരണപരാജയം, അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ. സാധാരണ പറയുന്ന മൂന്നാമത്തെ വാചകം പറഞ്ഞില്ല. മൂന്നാമത്തെ വാചകം സഖാവ് പിണറായി വിജയൻ രാജിവെക്കണം അല്ല. അതായിരുന്നു. അതിപ്പോ അടുത്ത ഘട്ടത്തിൽ പറയായിരിക്കും. പരസ്യം കഴിഞ്ഞ് ചർച്ച തിരിച്ചു വരുമ്പോഴേക്കും പറയും. ഇതൊക്കെ റെക്കോർഡ് ഭാഷയാക്കി വച്ചിരിക്കുക. എന്താണ് അതിന്റെ ഉദ്ദേശം? പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. ഇവിടെ കൃത്യമായി ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ചിന്റെ ശുപാർശ പ്രകാരം കൃത്യമായി മുന്നോട്ട് പോകുന്നു. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? ഓരോ കാര്യങ്ങളും ദേവസ്വം ബെഞ്ചിന്റെ സർവൈലൻസിലാണ്. ഇടക്കച്ചവടക്കാരെയും അവിടെ വന്ന് അന്യാധീന ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അന്യാധീന കച്ചവടക്കാരെയൊക്കെ ഒഴിവാക്കാൻ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് താങ്കൾ മനസ്സിലാക്കിയോ? ശബരിമലയിൽ ദർശനം നടത്തുന്ന മുഴുവൻ ആളുകൾക്കും 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്. ഒരു അപകടം പറ്റിയാൽ 5 ലക്ഷം. എന്തോ ചെവി തരൂ. അപകടം പറ്റിയ ആളെ കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകണോ? 1 ലക്ഷം രൂപ ആംബുലൻസിന്. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണോ? 30,000 രൂപ ആ സ്പോട്ടിൽ കൊടുക്കുകയാണ് ദേവസ്വം ബോർഡ്. മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറയിലെ കാണാൻ തുടങ്ങിയിട്ട്. ആ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന മുഴുവൻ വ്യക്തികളും ഭക്തന്മാർക്കൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെയും കരാർ ജോലിക്കാർക്കെല്ലാം ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായി പണ്ട് 4 ജില്ലകളിൽ മാത്രമുള്ള കവറേജ് കേരളം മൊത്തമാക്കി നടപ്പാക്കുന്നു. ഇത് മാത്രമാണോ? ഇവിടെ ശൗചാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം കൃത്യമായി കണക്ക് പറയുമ്പോൾ പമ്പയിൽ പോയി നോക്കാനാ പറഞ്ഞേ. പമ്പയിൽ പോയി നോക്കിയാൽ സന്നിധാനത്തുള്ള 1005 ശൗചാലയം കാണില്ല. അതുപോലെ ശരംകുത്തി പാതയിൽ 164 സൗജന്യമായിട്ടുള്ള ശൗചാലയം പമ്പയിൽ പോയാൽ കാണില്ല. പമ്പയിൽ കൃത്യമായി 58 ബയോ ടോയ്ലറ്റ് യൂണിറ്റുകളും അതുപോലെ പമ്പ സന്നിധാനം പാതയിലുള്ള എക്സ്ട്രാ കണ്ടെയ്നർ മൊബൈൽ യൂണിറ്റുകളും എല്ലാം അതെല്ലാം കൃത്യമായിട്ട് അവിടെ തന്നെ ഉണ്ട്. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. ഇവിടെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്യജീവി സാന്നിധ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് AI ക്യാമറകൾ സ്ഥാപിച്ച് കൃത്യമായ മെസ്സേജ് കൊടുക്കല്. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ശുദ്ധജല വിതരണം എല്ലാ സ്ഥലത്തും ഉറപ്പുവരുത്താൻ, അതുപോലെ തീർത്ഥാടന പാതയിലെല്ലാം ശുദ്ധജലത്തിന്റെ ടാപ്പ്. ആ പമ്പയിൽ ജലനിരപ്പ് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ജലവിഭവ വകുപ്പ് അനധികൃത കച്ചവടം നടത്താൻ ഹൈക്കോടതി വിധിയുടെ ഭാഗമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിരീക്ഷണം. അതേപോലെ തന്നെ ആരോഗ്യ വകുപ്പ് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. സന്നിധാനം, അപ്പാച്ചിമേട്, നീലിമല, പമ്പ, നിലയ്ക്കൽ ആരോഗ്യ വകുപ്പിന്റെ 24 മണിക്കൂർ സംവിധാനം. അതേപോലെ തന്നെ പമ്പ, അപ്പാച്ചിമേട്, സന്നിധാനം, പത്തനംതിട്ട ജനറൽ ആശുപത്രി, കോട്ടയം മെഡിക്കൽ കോളേജ് കാർഡിയോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 24 മണിക്കൂർ സംവിധാനം. പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കൃത്യം കക്ഷികളാ. KSRTCയുടെ ഉണർന്നുള്ള പ്രവർത്തകർ, അതുപോലെ മാലിന്യ സംസ്കാരണത്തിന് വേണ്ടിയിട്ടുള്ള വൈവിധ്യമാർന്നിട്ടുള്ള മാർഗങ്ങൾ. ഒറ്റ കാര്യം കൂടി പറയട്ടെ, ഗവൺമെന്റിന് അന്യാധീന ലാഭമുണ്ടാക്കാൻ എന്ന് കോൺഗ്രസിന്റെ പ്രതിനിധിയും BJPയുടെ പ്രതിനിധിയും ആവർത്തിക്കുക. നാണമില്ലേ നിങ്ങൾക്ക്? എത്ര തവണ എത്രയോ വിശദീകരണങ്ങൾ സത്യസന്ധമായി ഇവിടെ പുറത്തു വന്നു. 1 രൂപ നയാ പൈസ ഗവൺമെന്റ് സംവിധാനത്തിന് കിട്ടുന്നില്ല. തല പൊട്ടിത്തെറിക്കും. തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരുതി വെച്ചോ പറഞ്ഞാരെ. ശബരിമലയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ അങ്ങോട്ട് മുടക്കുകയാണ്. ആ ദേവസ്വം ബോർഡിന്റെ വരുമാനം ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 100 കണക്കിന് ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും കുറവുണ്ടോ? അതാണ് ചർച്ച ചെയ്യേണ്ടത്. അത് പരിഹരിക്കാൻ ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡ് സംവിധാനവും പോലീസ് സംവിധാനവും ഇവിടെയുണ്ട്. ഈ മുത്തശ്ശിയുടെ മുഖത്തൊന്ന് നോക്കടാ. കോൺഗ്രസ്സുകാർ പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെടണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് CPM-കാരാണ്. അങ്ങനെയുള്ളൊരു സാധാരണ CPM-കാരനായിട്ടുള്ള അരുൺകുമാർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റൊന്നുമില്ല. ഞാൻ ഇത്തവണ അത് ആവശ്യപ്പെടാത്തത് അത് ഓർമ്മിപ്പിച്ചതിന് ഞാൻ അരുൺകുമാറിനോട് നന്ദി പറയുകയാണ്. താങ്കളുടെ കൂടി ആവശ്യപ്രകാരം പിണറായി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ ഞങ്ങൾക്കൊരു മടിയില്ല. പക്ഷേ തൊലിക്കട്ടിയുടെ കാര്യത്തിൽ ഒരുപക്ഷെ ലോക റെക്കോർഡ് കിട്ടാവുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഇനി ഞങ്ങൾ എത്ര പറഞ്ഞാലും രാജിവെക്കാൻ പോകുന്നില്ല. ഇതിൽ കൂടുതൽ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടും അദ്ദേഹം രാജിവെച്ചിട്ടില്ലല്ലോ. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുന്നൊരുക്കങ്ങളെ കുറിച്ച് പറഞ്ഞു, ബയോ ടോയ്ലറ്റിന്റെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഈ കാര്യം പറഞ്ഞത് പത്തനംതിട്ടയിൽ അന്വേഷിച്ചും ശബരിമലയിൽ അന്വേഷിച്ചിട്ടും
ഇന്ന് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവരോട് ഫാക്ട് ചെക്കിംഗ് നടത്തിയതിന് ശേഷമാണ് പറയുന്നത്. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യമല്ല അല്ലേ? പമ്പയിൽ ഒരൊറ്റ ബയോ ടോയ്ലറ്റ് പോലും പ്രവർത്തിക്കുന്നില്ല, അവിടെ ആളുകൾ കഷ്ടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, മലമൂത്ര വിസർജനം ചെയ്യേണ്ട ഗതികേട്ടിലേക്ക്, തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഒരു വലിയ ഗതികേടുണ്ടായിരിക്കുന്നു. ഒരു മനുഷ്യ ദുരന്തത്തിന്റെ വക്കത്താണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് ഇന്ന് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്താണ്. അവിടെ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ കുഴഞ്ഞു വീഴുന്നതും അവർക്ക് കുടിവെള്ളം കിട്ടാത്തതും കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം ഞങ്ങൾ നുണ പറയുന്നതാണോ? അവിടെ കുടിവെള്ള വിതരണം കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതും നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ? ശബരിമലയിലെ 18-ാം പടിയിൽ ഓരോ ആളുകൾ കയറിപ്പോകുന്ന സമയം, ആ സമയം പാലിക്കാൻ കഴിയാതെ പോകുന്നത് പുതിയ ആളുകൾ, പരിചയസമ്പത്തില്ലാത്ത ആളുകൾ അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടുമാണ് എന്നുള്ളത് മാധ്യമങ്ങളുടെ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം. ഞങ്ങൾ പറയുന്ന സമയത്ത് അത് രാഷ്ട്രീയ ആരോപണമാണെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കും? ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. അയ്യപ്പ സംഗമം നടത്താൻ നിങ്ങൾ കാണിച്ചിട്ടുള്ള ആവേശം, അല്ലെ അയ്യപ്പ സംഗമത്തിന് ചെലവാക്കിയിട്ടുള്ള കോടികൾ, അതിന്റെ 100-ലൊന്ന് ഇപ്പുറത്ത് ചെലവാക്കിയിരുന്നെങ്കിൽ ഇതുപോലെ ദുരന്തം നടക്കുമായിരുന്നു. അരുൺകുമാർ മനസ്സിലാക്കേണ്ടത് ശബരിമലയ്ക്ക് ചെലവാക്കുന്ന സർക്കാരിന്റെ ഫണ്ട്, അതല്ലെങ്കിൽ ശബരിമലയിലേക്ക് പോകുന്ന റോഡുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ, അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കുന്നതിൽ നമ്മൾ ചെലവാക്കുന്ന പണം എന്ന് പറയുന്നത് അയ്യപ്പ ഭക്തന്മാർക്കുള്ള ഔദാര്യമല്ല, ശബരിമലയോട് നമ്മൾ കാണിക്കുന്ന ഔദാര്യമല്ല, മറിച്ച് ശബരിമലയിലേക്ക് വരുന്ന അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ഭക്തർ നമ്മുടെ എക്കണോമിയിലേക്ക് നൽകുന്ന കോൺട്രിബ്യൂഷൻ അത് വളരെ വലുതാണ്. അത് എക്കണോമിയുടെ ബേസിക്സ് അറിയുന്ന എല്ലാവർക്കും അറിയാം. അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാടികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. ഒരു അന്യ സംസ്ഥാനത്ത് നിന്ന് ഒരു തീർത്ഥാടകൻ കേരളത്തിനകത്തേക്ക് വന്നാൽ അവൻ കേരളത്തിലെ ഹോട്ടലുകളിൽ, കേരളത്തിലെ വഴിയോര കച്ചവട കേന്ദ്രങ്ങളിൽ, ഇവിടെ ചിപ്സ് വിൽക്കുന്ന സ്ഥലത്ത്, ഇവിടുത്തെ കൗതുക വസ്തുക്കൾ വിൽക്കുന്ന സ്ഥലത്ത്, ഇവിടുത്തെ പെട്രോൾ പമ്പുകളിൽ ഒക്കെ ചെലവാക്കുന്ന പണം കേരളത്തിന്റെ ഖജനാവിലേക്ക് തന്നെയാണ് എത്തുന്നത്. അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഞാൻ RSS ഉയർത്തുന്ന പരാതി ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള എന്താ, അവരെ നമ്മൾ വളരെ തീർത്ഥാടകരെ ബഹുമാനിക്കണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് എന്റെ ആർഗ്യുമെന്റ്. അത് ഏത് സർക്കാർ ഭരിക്കുമ്പോഴും അത് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തുന്നതിൽ കാണിച്ചിട്ടുള്ള ഗൗരവം ഇവിടെ കൊടുത്തില്ല. അയ്യപ്പ സംഗമത്തിന് വന്നിട്ടുള്ള VVIP-കളെ, മുതലാളിമാരെ ഈ കുമരകത്തെ റിസോർട്ടിൽ കൊണ്ടുപോയി പാർപ്പിക്കുന്നതിലും അവർക്ക് ഞണ്ടും ചെമ്മീനും കരിമീനും ഒക്കെ വെച്ച് വിളമ്പി കൊടുക്കുന്നതിലും നിങ്ങൾ കാണിച്ചിട്ടുള്ള അവധാനതയും നിങ്ങൾ കാണിച്ചിട്ടുള്ള താല്പര്യവും സാധാരണ അയ്യപ്പ ഭക്തർക്ക് ചെയ്തു കൊടുത്തില്ല എന്നുള്ള പരാതിയാണ് ഞാൻ ഉന്നയിച്ചുള്ളത്. ഈ പരാതി എൻ്റേത് മാത്രമല്ല, ഇന്ന് അവിടെ വന്നിട്ടുള്ള ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്തർ അനുഭവിച്ചുള്ള കഷ്ടപ്പാടും പ്രയാസവും അത് ചരിത്രത്തിൽ എവിടെയും ഇല്ലാത്ത രീതിയിൽ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ പൂർത്തിയാക്കട്ടെ. ചുമ്മാ അതെ, മനസ്സിലുള്ളതൊക്കെ പുറത്തേക്ക് വരും. പറഞ്ഞോളൂ. ഉപദേശം കൊള്ളാൻ വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത. അങ്ങയുടെ ഞാൻ പൂർത്തിയാക്കട്ടെ. അങ്ങയുടെ മനസ്സിലുള്ളതാണല്ലോ പുറത്തു വന്നത്. പിണറായി രാജിവെക്കണമെന്ന് അങ്ങയുടെ ആവശ്യം പുറത്തു വന്നു. അതിലെന്താണ് അത്ര കുണ്ഠിതപ്പെടുന്നത്? എന്തിനാണ് സങ്കടപ്പെടുന്നത്? അരുണിന്റെ ആവശ്യമായിരിക്കും. അരുണ് CPM-നകത്തെ റിയാസ് വിരുദ്ധ പക്ഷാണോന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അതായിരിക്കാം പുറത്തു വന്നത്. ഞാനൊരു കാര്യം പറയുന്നുള്ളൂ, ശബരിമലയോട് നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തുന്ന കാര്യത്തിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള അവധാനതയും നിങ്ങൾ കാണിച്ചിട്ടുള്ള താല്പര്യവും ഈ ശബരിമല സീസൺ പ്ലാൻ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ കാണിച്ചില്ല. സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. ഇത് എൻ്റെ ആരോപണമല്ല, നിങ്ങളെ കുറ്റസമ്മതമാണ്, നിങ്ങളുടെ പ്രസിഡന്റിന്റെ കുറ്റസമ്മതമാണ്. എന്നെ സംശയിക്കരുത്. ഇനി ഇവിടെ BJP-യുടെ പ്രതിനിധി എന്താ പറഞ്ഞത്? BJP-യുടെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ താല്പര്യം കാണിക്കുന്നു, പ്രതിപക്ഷം താല്പര്യം കാണിക്കാത്തതുകൊണ്ടാണ്. പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ കേന്ദ്ര സർക്കാരാണ്, കേന്ദ്രം ഭരിക്കുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, 2019 നിങ്ങളെ പ്രകടന പത്രിക എടുത്ത് തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. ആ പ്രകടന പത്രികയിൽ പറയുന്നുണ്ടല്ലോ ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുന്നു പറയുന്നുണ്ടല്ലോ. 2019 പത്തനംതിട്ടയിൽ വന്ന് നരേന്ദ്രമോദി ഗുജറാത്തിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് പോയതല്ലേ? പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? എന്തെങ്കിലും ചെയ്തു കൊടുത്തോ? ശബരിമലയെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ശബരിമലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ന് അദ്ദേഹം പറഞ്ഞ ന്യായം എന്താ? കേന്ദ്രസേന വരാത്തതിന് 3-4 ദിവസം മുമ്പാണ് അപ്ലിക്കേഷൻ കൊടുത്തത്. ഞാൻ ചോദിക്കട്ടെ, ഈ കോയമ്പത്തൂരിൽ മാത്രമേ കേന്ദ്രസേനയുള്ളൂ? ഇന്ത്യ അതുപോലെ ഒരു ചെറിയ ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശബരിമല തീർത്ഥാടനം കൈകാര്യം ചെയ്യാൻ ശേഷിയില്ലാത്ത ഒരു ദുർബലമായിട്ടുള്ള രാജ്യമാണോ ഇന്ത്യ? അല്ലല്ലോ. നമ്മുടെ സൈന്യത്തിന് അതിന് മാത്രമുള്ള ശക്തിയേ ഉള്ളൂ, അതിന് മാത്രമുള്ള സംവിധാനമേ ഉള്ളൂ. നിങ്ങൾ ആരെ പറ്റിക്കാനോ? നിങ്ങൾ പറയുന്നത് ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്ന തുല്യാണ്, ഇന്ത്യയുടെ കേന്ദ്രസേനയെ അപമാനിക്കുന്ന തുല്യാണ്. കേന്ദ്രസേനയ്ക്ക് ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് ശബരിമലയെ നോക്കാൻ പറ്റിയില്ല എന്ന വിചിത്രമായ ന്യായം നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയറാണ്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന അമിത്ഷായുടെ ഫെയിലിയറാണ്. അമിത്ഷാ പരാജയങ്ങളുടെ തുടർച്ചയാണല്ലോ. ഇന്ത്യ കണ്ട ഏറ്റവും പരാജയപ്പെട്ട ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെയാണ് ഡൽഹിയിൽ സ്ഫോടനങ്ങൾ നടന്നത്. മണിപ്പൂർ 1-2 വർഷമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നത്.
എത്രയോ ഡൽഹിയിൽ കലാപങ്ങൾ നടന്നു. ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. അപ്പൊ ഇന്ത്യ കണ്ട ഏറ്റവും പരാജയപ്പെട്ട ഒരു ആഭ്യന്തരമന്ത്രിയുടെ മറ്റൊരു പരാജയമായി കൂടി അങ്ങയുടെ ന്യായീകരണം എനിക്കിതിൽ രേഖപ്പെടുത്തേണ്ടി വരും. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.